ഹായ്, ഹലോ. അങ്ങനെ തകർപ്പൂരിൽ ഒരു മാസത്തെ ബംഗളാ പഠനത്തിന് ശേഷം അവരെല്ലാവരോടും നന്ദിയും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ കൊൽക്കത്ത എയർപോർട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ കൊൽക്കത്ത എയർപോർട്ടിൽ നമ്മൾ ത്രിപുരയിലുള്ള അഗർത്തല എയർപോർട്ടിലേക്ക് നമ്മൾ പോകുന്നത്. അവിടെയാണ് നമ്മളിനി ബാക്കിയുള്ള നമ്മുടെ ശുശ്രൂഷകളും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ നേരെ കൊൽക്കത്ത എയർപോർട്ടിലേക്ക് എത്തി. ചേച്ചി പറയണ പോലെ നീ നേരെ മാത്രമേ പോവുള്ളൂ എന്ന് ചോദിച്ച പോലെ. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ കൊൽക്കത്ത എയർപോർട്ടിലേക്ക് എത്തി. നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ ട്രോളിയൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ വേഗം വന്നു. കാരണം അവിടെ ബേക്കിലപ്പേക്ക് വണ്ടിയൊക്കെ വന്ന് ആകെ ബഹളായി. പിന്നെ ഡിജി യാത്ര ചെയ്ത് എളുപ്പമായിട്ട് ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ പോകണ്ടെങ്കിൽ ഡിജി യാത്ര ചെയ്ത് പൊക്കോ, ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ ചെന്ന് ബാക്ക് ഡ്രോപ്പ് ഒക്കെ ചെയ്തു. ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. അപ്പോൾ ഞങ്ങൾക്ക് ബോർഡിംഗ് ഗേറ്റ് താഴെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ലിഫ്റ്റൊക്കെ ഇറങ്ങി താഴത്തേക്ക് ചെന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബോറടിച്ചപ്പോൾ നമ്മൾ 2 ഡാൻസൊക്കെ കളിച്ച് നോക്കാമെന്ന് വെച്ചു. പിന്നെ 2-3 സ്ഥലങ്ങൾ നോക്കിയിട്ടാണ് ലിഫ്റ്റിലൊക്കെ വന്ന് നോക്കിയത്. പക്ഷേ എനിക്ക് പെട്ടെന്ന് കളിക്കാൻ പറ്റില്ല. പിന്നെ ഒരു സ്ഥലത്ത് നിന്ന് കളിച്ചിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ പോയി കണ്ടോളൂ കേട്ടോ. പിന്നെ അപ്പോഴേക്കും നമുക്ക് പോകാനുള്ള സമയമായപ്പോൾ നമ്മൾ നേരെ ഫ്ലൈറ്റിലേക്ക് പോകാനായിട്ട് ബസ്സിലേക്ക് കയറി. അങ്ങനെ ബസ്സിൽ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ നിന്ന് പോകുന്നത് നേരത്തെ പറഞ്ഞ അഗർത്തലയിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഫ്ലൈറ്റ് കിടക്കണുണ്ടോ? ഹായ്, എന്ത് രസം. അങ്ങനെ നമ്മുടെ ബോർഡിംഗ് പാസ്സൊക്കെ അവിടെ സെക്യൂരിറ്റിനെ കാണിച്ചിട്ട് നമ്മൾ എയർപോർട്ടിൻ്റെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറാണ്. രാജകീയമായ യാത്ര. എന്ത് രസമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ സീറ്റൊക്കെ നോക്കി നമ്മളവിടെ ഇരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ കണ്ടോ ഒരു ഫ്ലൈറ്റ് പോകണം. എന്ത് രസമാണ് കാണാനായിട്ട്. ഇത് വേറെ അടുത്ത ഫ്ലൈറ്റ്. ആഹാ, തലങ്ങും വിലങ്ങും ഫ്ലൈറ്റാണ്. യെസ്, ദേ നമ്മുടെ ഫ്ലൈറ്റ് അങ്ങനെ കൊൽക്കത്തയിൽ നിന്ന് അഗർത്തലയിലേക്ക് ഇങ്ങനെ പറന്നുയരാണ്. മേഘങ്ങൾക്കിടയിലൂടെ നമ്മുടെ ഫ്ലൈറ്റ് ഇങ്ങനെ പറന്നു പോകുന്നു. വലിയ സ്വപ്നങ്ങളോടുകൂടി വലിയ ചിന്തകളോടുകൂടി ഞങ്ങളങ്ങനെ ഫ്ലൈറ്റിലേക്ക് അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ഇതേ അഗർത്തല എയർപോർട്ടിൽ വന്നിറങ്ങി. നമ്മൾ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയത്. കാരണം നമുക്ക് വലിയ തിരക്കൊന്നുമില്ല പോയിട്ട്. എല്ലാവരും പോയി കഴിഞ്ഞ് സമാധാനത്തിൽ ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി നേരെ നമ്മൾ ലഗേജ് എടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ ലഗേജ് എടുക്കാൻ വേണ്ടി പോയി. ട്രോളിയൊക്കെ എടുത്ത് ട്രോളി കൊണ്ടുവന്ന് ലഗേജൊക്കെ നമ്മൾ നോക്കി ലഗേജ് എടുത്തു. അങ്ങനെ നമ്മൾ നേരെ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. അവിടെ നമ്മളെ സ്വീകരിക്കാനായിട്ട് ടൈറ്റസ് അച്ഛൻ ഉണ്ടായിരുന്നു, വിൻസെൻ്റ് പാറലച്ഛൻ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ മാർട്ടിൻ അച്ഛൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആ സ്വീകരണത്തിന് ശേഷം 2 വണ്ടിയിലാണ് പോകുന്നത്. ഞാൻ മാർട്ടിൻ അച്ഛൻ്റെ കൂടെ പോണേ. അവർ 2 പേരും വിൻസെൻ്റ് അച്ഛൻ്റെ കൂടെയും ടൈറ്റസ് അച്ഛൻ്റെ കൂടെയും പോണത്. ഞങ്ങളിനി 3 പള്ളികളിലായിട്ടാണ് വെള്ളിയാഴ്ചയിൽ നിൽക്കാൻ പോണത്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് മാർട്ടിൻ അച്ഛൻ്റെ കൂടെ ആയതുകൊണ്ട് ഞാൻ മാർട്ടിൻ അച്ഛൻ്റെ കൂടെ അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ 2 വണ്ടിയിൽ അവിടെ നിന്ന് പോവാണ് അഗർത്തല എയർപോർട്ടിൽ 3 സ്ഥലങ്ങളിലേക്ക് ആയിട്ട്. അങ്ങനെ ഞാൻ എന്തേ മാർട്ടിൻ അച്ഛൻ വണ്ടി കയറിയത്. വെൽക്കം ടു അഗർത്തല. ആഹാ, എന്ത് രസമാണ്. നല്ല റോഡും നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സന്തോഷം. നല്ല മരങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലത്തെ റോഡൊക്കെ പോലെ തന്നെ വളരെ മനോഹരമായിരുന്നു. അങ്ങനെ ഇവിടെ എത്താറായപ്പോൾ ചെറിയായിട്ടൊക്കെ പണി കിട്ടിയിട്ടോ. അലമ്പ് റോഡായിരുന്നു പണി. അപ്പോൾ കേരളമൊക്കെ ഓർമ്മ വന്നു. പിന്നെ ചെറിയ ഓഫ് റോഡൊക്കെ എടുത്ത് മരത്തിൻ്റെ കാട്ടിയുടെ ഇടയിൽക്കൂടെയൊക്കെ പോയി അങ്ങനെ ഞങ്ങൾ നേരത്തെ മാട്ടിനച്ചിൻ്റെ പള്ളിയിലേക്ക് എത്തിയിട്ടാണ്. അപ്പോൾ ഓക്കെ, ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം. താങ്ക് യു.